പാറുക്കുട്ടിയെ പാറു ഏറ്റവും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന വിളി എന്തുവാ? പാറൂസേ എന്നാണോ, പാറക്കുട്ടി എന്നാണോ? അമ്മയാന്ന് വിളിക്കാൻ ഇഷ്ടമല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനി അമ്മയാന്ന് വിളിക്കണം കേട്ടോ ഞങ്ങളുടെ പാറക്കുട്ടിയെ. ഇനി ശ്രീകുട്ടി എന്നും വേണമെങ്കിൽ വിളിച്ചു തുടങ്ങാം. അതിന്റെ കഥ ഇവരോട് പറഞ്ഞു. നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാരുടെ ഫാൻസിനോട് പറഞ്ഞു, ആരാണ് ഈ ശ്രീകുട്ടി? പറഞ്ഞു കൊടുത്താട്ടെ. ആരാ ഈ ശ്രീകുട്ടി? ടിവിയില് വരുന്ന സീരിയൽ, പുതിയ സീരിയലിന്റെ അതിനകത്തുള്ള പേരാണ് എന്റെ. അപ്പൊ സീരിയലിന്റെ പേരെന്താ? സീരിയലിന്റെ പേര് സൂര്യ അല്ല, സ്വർഗവാതിൽ പക്ഷി. സ്വർഗവാതിൽ പക്ഷി. കറക്റ്റ്, സ്വർഗവാതിൽ പക്ഷി ശൂര്യ ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നു. അതില് കഥാപാത്രമാണ് ശ്രീകുട്ടി. ഇത്രയൊക്കെ സംസാരിക്കുമ്പോ ഞാൻ ഇത് ആലോചിക്കുന്നതേ, 1ാം ക്ലാസ്സിലൊക്കെ ഞാൻ എന്തുവായിരുന്നാ മിടിക്ക് കേട്ടോ. അതെ, ശ്രീകുട്ടിയുടെ അച്ഛൻ ആരാ? ഹു ഇസ് ഡാഡി? ശ്രീകുട്ടിയുടെ ഡാഡി ഇവിടെ. അപ്പൊ ഡാഡി മോളിനെ ഒന്നിച്ച് കിട്ടി നമുക്ക്. ഞങ്ങളുടെ ലൊക്കേഷനിൽ ഇവിടെ എന്നെ ഡാഡി എന്ന് വിളിക്കുന്നത്. എന്നെ ഡാഡി എന്ന് വിളിക്കുന്നത്. അല്ലെ പപ്പയെന്ന്. എങ്ങനെയുണ്ട് ലൊക്കേഷനിൽ ഡാഡി? എങ്ങനെയുണ്ട്? ഞങ്ങൾ ഒരുപാട് സംസാരിക്കും. നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ഫ്രീ ടൈമിൽ സംസാരിക്കും. ഭയങ്കര കൂട്ടുകാരാ ഞങ്ങൾ തമ്മിൽ ഒരുപാട് സംസാരിക്കും. അതാണ് ഭയങ്കര അടുപ്പാ. അതാണ് ഞങ്ങളുടെ അടിയൊന്നുമില്ല, ഞങ്ങൾ ഭയങ്കര അടുപ്പാ. ഞങ്ങളെ ഡാഡി മോളുവാ. ഡാഡി മോളുവാ. ചേട്ടാ, ഞാൻ പാറുവിനെ പറ്റി കേട്ടിട്ടുള്ളൊരു കാര്യം, ഈ ഒരു ചെറുപ്രായത്തില് ഭയങ്കര കൃത്യനിഷ്ഠതയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു അച്ചടക്കമൊക്കെ. അത് അച്ഛൻ എന്ന നിലയിൽ ക്യാരക്ടർ എന്തോ പറയാനുള്ളത്? ഇവള് മിടുക്കിയാണ്. ഞാൻ പറയാം, ഇവള് തുടക്കം പോലെ അഭിനയിക്കുന്നതുകൊണ്ടായിരിക്കും. ഇവളെല്ലാം വളരെ ബ്രില്യൻ്റ് ആയിട്ടൊരു മോളാണ്. നല്ല ടൈമിങ്ങിലൊക്കെ ചെയ്യാനറിയാം. കൃത്യമായിട്ട് വന്ന് ഒരുപാട് റീടേക്സ് ഒന്നും വേണ്ട, പറയുന്ന പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന. അത് കുട്ടികളെ ഞാൻ പറഞ്ഞു, പലപ്പോഴും കുട്ടികളെ കൊണ്ട് അഭിനയിപ്പിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഞാനെപ്പോഴും വിശ്വസിക്കുന്ന അവർ വലിയ മുതിർന്നവരെ പോലെ അഭിനയം പറഞ്ഞ് ഇന്റേണലി ഒന്നും ആക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇവരുടെ അല്ലാതുള്ള സ്വതസിദ്ധമായ ഒരു ബിഹേവിയറാണ് കുട്ടികളിൽ നിന്നുണ്ടാകുന്നത്. അത് ഇവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ഉണ്ടാകുന്നുണ്ട്. വേറെ ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഭയങ്കര ചിലക്കുട്ടി നമ്മുടെ. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സീൻ അഭിനയിച്ച് കാണിക്കാം എന്തെങ്കിലും ഈ സമയത്ത്? അത് വേണ്ടല്ലേ, അത് ക്യാമറ ആക്ഷൻ ക്യാമറ ആക്ഷൻ നമ്മൾ അഭിനയിക്കും അല്ലേ? അങ്ങനെ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അത് മാത്രം. അപ്പൊ ഇവിടെ പറ്റത്തില്ല കേട്ടോ, ക്യാമറ ആക്ഷൻ ഇവിടെ പറ്റില്ല. അവിടെ സീനൊക്കെ പഠിപ്പിച്ചു തരണം ഡയറക്ടർ അല്ലേ? അങ്ങനെയൊക്കെയല്ലേ? എങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞേ. ഇപ്പൊ ഞാനിപ്പം ഒരു സീരിയൽ ചെയ്യുക, ഞാൻ പാറുവിനെ ആ സീരിയലിലോട്ട് വിളിക്കുക. പാറു എന്തൊക്കെ കാര്യങ്ങൾ പാറുവിന് വേണം? എന്നുവെച്ചാ എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം വേണം, പിന്നെ സ്ക്രിപ്റ്റ് പഠിപ്പിച്ചു തരണം, പിന്നെന്തോ നല്ല കഥാപാത്രമായിരിക്കണം, കഥയൊക്കെ നല്ലതായിരിക്കണം. കഥാപാത്രം നോക്കൂ അങ്ങനല്ലേ? ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രം ഏതാ? അതങ്ങനത്തെ ഒരു പേര് എനിക്കങ്ങനെ കിട്ടുന്നില്ല. ഈ വിജയ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തോ പാറക്കുട്ടിക്ക്? അത് വിജയ് പാട്ടില്ല, എനിക്ക് അത് ഭയങ്കര ഇഷ്ടം. ആദ്യം ഞാൻ കണ്ടിട്ടുള്ളത് വിജയുടെ പാടാണ്. ഏത് പാട്ടാ? ഹെൽമെറ്റ് ഹാപ്പി ബോയ് ഇല്ലേ? ആ പാട്ട്. ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഏതൊക്കെ നടന്മാരെ ഇഷ്ടമുണ്ട്? എനിക്ക് കവാലയ രജനി സാർ അല്ലേ? പാറു അച്ഛൻ ദേഷ്യക്കാരനാണോ ഈ സീരിയലിൽ? ചെറുതായിട്ട്, അങ്ങനെയൊന്നുമല്ല. സീരിയലിൽ മറ്റേ സ്ക്രിപ്റ്റ് ചെയ്ത് നോക്കുമ്പോ ദേഷ്യം അങ്ങനെയൊക്കെയാണ്. പക്ഷെ അല്ലാതെ നമ്മള് സ്നേഹമാണ്. പിന്നെ നമ്മള് പാറക്കുട്ടിയുടെ ചിരിയാണ് മെയിനെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചിരിയ പാറക്കുട്ടിയുടെ വിജയോ അല്ലേ? ഒരു പാട്ടൂടെ പാടാം ഞങ്ങൾക്ക് വേണ്ടി. വിജയുടെ ഇത് വിജയ് കാണും. അപ്പൊ വേറൊരു പാട്ട് പറ. കാവാല ആ പാട്ടില്ലേ? അത് പഠിക്കും. ഒരു ചിരിയുണ്ട്, ഒരു ചിരി കൂടെ ഉണ്ട്. ആ ചിരി ഇട്ടെ, ആ ചിരി ഇട്ടെ.